എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ? രാവിലെ തന്നെ സ്റ്റൗ കത്തിക്കുന്ന നേരം ഇത് നമ്മൾ അപ്പം ചുടുന്നെടുക്കുള്ള സ്റ്റൗ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, ചെറിയ ഉരുളിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ സാധനം ഉണ്ടാക്കാൻ പോവാന്ന്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല പാത്രത്തിൽ, കുറച്ച് വെള്ളം ഉണ്ടായിപ്പോയി. അപ്പോൾ ഈ പച്ചക്കറിയെല്ലാം നമ്മൾ എടുത്തിട്ടുള്ള നോക്കാം. പച്ചക്കറി, ഉള്ളിയുണ്ട്, തേങ്ങാപ്പാൽ, അങ്ങനെ കുറച്ച് സാധനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. ആദ്യം വെളിച്ചെണ്ണ, നമുക്ക് ഉരുളി ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള എല്ലാ സാധനവും, മസാലപ്പെട്ട എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ അല്ലേ. ബേ ലീഫ്, ഗ്രാമ്പു, അങ്ങനെയുള്ള പെരുംജീരകം ഒക്കെ അതിൽ നമ്മളിട്ട് അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയുണ്ട്, അത് നമ്മളതിൽ ഇട്ട് കൊടുക്കാൻ പോവാം. പിന്നെ രാവിലത്തെ കലാപരിപാടിയാണ്. നോക്കിയോ, ഇഞ്ചി കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ചെയ്യാൻ സൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു അന്ന്. അരിഞ്ഞ് വെച്ച് സവാള അതിടുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച് സവാള അത് നമുക്ക് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റി വരണം. നമ്മൾ രാവിലെ എന്ന് വെച്ചാൽ ഈ കലത്തപ്പം ഉണ്ടാക്കുമല്ലോ, അപ്പം അതിൻ്റെ ഇടയിലുണ്ട് ആ സ്റ്റൗവിൽ നിന്നാണ് നമ്മളിപ്പം ആ സ്റ്റൗവിൽ വെച്ചിട്ട് ആക്കുന്നത്. ആ വലിയ സ്റ്റൗ വേഗം ആയിക്കോട്ടെ, വലിയ ബർണറാണ്, അപ്പോൾ വേഗം ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഞാൻ അരിഞ്ഞ് വെച്ചതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതവിടെ ഒന്ന് ഇത് ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളം വേഗം വാടി കിട്ടും. പക്ഷേ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരും, ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഉപ്പിടാതെ ഒഴിച്ചത്. പിന്നെ അതിൽ നമ്മൾ സ്ലൈസാക്കിയ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് വേണമായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടു അത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റുണ്ടാക്കുക, കാരണം നമ്മൾ ഇനിയിലിപ്പം തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെന്തെടുക്കണ്ട. അപ്പോൾ ഇത് വെളിച്ചെണ്ണേൻ്റെ കടുക് വറുത്തല്ല, മസാലയിൽ നമ്മൾ ആ ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. ചെറുങ്ങനെ വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ, അത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ചെയ്യുക. എല്ലാവരും ചെയ്യുന്നതാണ് ഇത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കറികളുണ്ടായിട്ടും അത് കഴിക്കുന്നില്ല ഇവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്രാവശ്യം ആക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാനാണ്. പെട്ടെന്ന് മക്കൾക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്ന സാധനം. ആ വഴറ്റി പച്ചമുളകും തെറിച്ച് പോകുന്നുണ്ട് സ്പീഡിലാക്കുമ്പോൾ. കറിവേപ്പില ഇട്ട് ആ കറിവേപ്പിലേൻ്റെ ആ സ്മെല്ല്, ആ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിതാ തേങ്ങാപ്പാൽ. ഇത് ഞാൻ 2 പ്രാവശ്യം, മൂന്നാമത്തെ നമ്മൾ ആ ഇതെടുക്കുള്ളൂ, ആ ഒരു ഇതെടുത്ത അതിലൊന്ന് അത് വെന്ത് വരുന്നവരെ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കാം. ഇനി ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായോ, ഇത്ര സമയം ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ആ വെന്ത് വരുന്നവരെ വേണം എന്ന്. അല്ലാതെ ഉള്ളിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ, ആദ്യം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരുന്ന, എന്താ പറയുക, ഷെഫൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. അല്ല ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഉപ്പും കുരുമുളക് ഇട്ട്. മോളാന്ന് വീഡിയോ എടുക്കുന്ന അപ്പുറത്തന്നെ, അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കാണിക്കേണ്ടതെന്ന്. അപ്പോൾ ആ നമ്മൾ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ 2ാം പാലും മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ 2ാം പാൽ ഒഴിച്ച് ഇത് വെന്ത് കുറച്ചുകൂടി ടൈറ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും ഞാൻ എഗ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഞാനിത് എഗ് സ്റ്റൂ ഉണ്ടാക്കില്ല, വേഗം കഴിയുന്ന പരിപാടിയാണ്. മക്കളാണെങ്കിൽ കഴിക്കുകയും ചെയ്തോളും, പിന്നെ വലിയ പ്രശ്നം വരികയില്ല, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതിപ്പം നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും പിന്നെ എല്ലാം കഴിക്കാം. പക്ഷേ ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ കൂടെ അതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്. ഇത് നൂൽപുട്ടിന് എഗ് സ്റ്റൂ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിൽ എല്ലാ മുട്ടയും ഇട്ട് ഒരു കൂടെ കുറച്ച് ഗരം മസാലയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ്
കുറച്ചേ ചേർക്കണ്ടേ, ഏലക്കപ്പൊടിയും ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഞാൻ. ഇതിങ്ങനെ വറ്റി വരുമ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച ഇതില്ലേ ഫസ്റ്റ് പാൽ അത് ഒഴിച്ച് എടുക്കേ വേണ്ടൂ. വേറെ പ്രശ്നമൊന്നുമില്ല, വേഗം ആയിക്കോട്ടെ. തേങ്ങാപ്പാൽ എടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ ഇതാ നമ്മളെ സംഭവമായി. കുട്ടികൾ കഴിക്കുകയും ചെയ്ത് ആ ഒരു സ്മെല്ലെല്ലാം. എപ്പോഴും കടല ചെറുപയർ രാവിലെ നമ്മൾ പയർ വർഗ്ഗങ്ങൾ കൊടുത്ത് ഇവർ കഴിക്കില്ല. ഇവിടെയുള്ള വിഷയം അതാണ്, ഇവർക്ക് അതൊന്നും പറ്റില്ല. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം പറ്റില്ല. സ്പെഷ്യലായിട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും വേണം, എന്നാൽ കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എഗ് സ്റ്റൂ ഉണ്ടാക്കിയത്. പിന്നെ ചിക്കൻ വെച്ചിട്ടാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ കൊണ്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കും, അത്ര മാത്രം. അപ്പോൾ ഇത് ഇതിലെല്ലാം ഇട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇനി ഇവിടെ ആക്കിയത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ച് നോക്കുക എങ്ങനെയുണ്ട്.